ഇസ്രയേൽ എന്ന രാജ്യത്തെ കാക്കുന്ന അയൺ ഡോം എന്ന വമ്പൻ സാങ്കേതികതയ്ക്ക് പിന്നിൽ കൊച്ചുകുട്ടികൾ ഉരുട്ടിക്കളിക്കുന്ന ടോയ് കാറിന്റെ ഭാഗങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, അയൺ ഡോം വികസിപ്പിക്കുന്ന ഘട്ടത്തിൽ സമയവും ബജറ്റും കുറവായതിനാൽ ടോയ്സ് ആർ അസ് എന്ന കടയിൽ നിന്ന് വാങ്ങിയ ടോയ് കാറിന്റെ ഭാഗങ്ങൾ വരെ ഇതിന്റെ മിസൈലുകളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്നതാണ് സത്യം. ഒരു കൊച്ചു പെൺകുട്ടിക്ക് പോലും അനായാസം പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന രീതിയിൽ ലളിതമായി ഡിസൈൻ ചെയ്ത ഈ സംവിധാനം വെറും 4 വർഷം കൊണ്ടാണ് ഇസ്രയേൽ പൂർത്തിയാക്കിയത്. ശത്രു അയക്കുന്ന റോക്കറ്റ് എവിടെ വീഴുമെന്ന് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ തിരിച്ചറിയുന്ന അയൺ ഡോം ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച പ്രതിരോധ വിസ്മയമായി മാറുന്നത് എങ്ങനെയാണ്? ഇസ്രയേലിന്റെ കാവൽക്കാരനായ അയൺ ഡോമിനെ കുറിച്ചുള്ള പൂർണ്ണമായ വിവരങ്ങൾ ഇതാ. ഇസ്രയേലിന്റെ റാഫേൽ അഡ്വാൻസ്ഡ് ഡിഫൻസ് സിസ്റ്റംസ് ആണ് അയൺ ഡോം എന്ന ഈ അത്ഭുത സംവിധാനത്തിന്റെ ഉപജ്ഞാതാക്കൾ. 2006 ലെബനനുമായുള്ള യുദ്ധകാലത്ത് ഹിസ്ബുള്ള അയച്ച ആയിരക്കണക്കിന് റോക്കറ്റുകൾ ഇസ്രയേലിന്റെ വടക്കൻ മേഖലയിൽ വലിയ നാശനഷ്ടങ്ങൾ വരുത്തിയിരുന്നു. ഇതേ തുടർന്നാണ് ഹ്രസ്വദൂര റോക്കറ്റുകളെയും പീരങ്കി ഉണ്ടകളെയും പ്രതിരോധിക്കാൻ ശേഷിയുള്ള ഒരു അത്യാധുനിക കവചം വേണമെന്ന ആവശ്യം ഉയർന്നത്. 2011 മാർച്ചിലാണ് ആദ്യമായി അയൺ ഡോം പ്രവർത്തന സജ്ജമായത്. അന്നു മുതൽ ഇന്ന് വരെ ഇസ്രയേലിന്റെ ആകാശത്തെ സുരക്ഷിതമാക്കാൻ ഈ സംവിധാനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ചുരുങ്ങിയ കാലം കൊണ്ട് ലോകത്തെ ഏറ്റവും വിശ്വസനീയമായ മിസൈൽ പ്രതിരോധ സംവിധാനമായി ഇത് മാറി. എന്താണ് അയൺ ഡോം എന്നും അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നും പരിശോധിച്ചാൽ നമുക്ക് ചിലപ്പോൾ അത്ഭുതം തോന്നും. ഇതിന് പ്രധാനമായും 3 ഭാഗങ്ങളാണുള്ളത്. ഒരു റഡാർ യൂണിറ്റ്, ഒരു കൺട്രോൾ സെന്റർ, പിന്നെ മിസൈലുകൾ വിക്ഷേപിക്കുന്ന ലോഞ്ചറുകൾ. ശത്രു ഒരു റോക്കറ്റ് തൊടുത്തു വിടുമ്പോൾ റഡാർ അത് ഉടനടി കണ്ടെത്തുകയും അതിന്റെ വേഗതയും ദിശയും കണക്കാക്കുകയും ചെയ്യും. ഈ വിവരങ്ങൾ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ കൺട്രോൾ സെന്ററിലേക്ക് കൈമാറും. അവിടെയുള്ള കമ്പ്യൂട്ടറുകൾ ആ റോക്കറ്റ് ജനവാസ മേഖലയിലാണോ അതോ വിജനമായ സ്ഥലത്താണോ വീഴാൻ പോകുന്നത് എന്ന് വിശകലനം ചെയ്യും. ജനവാസ മേഖലയിലാണ് വീഴാൻ പോകുന്നതെങ്കിൽ മാത്രം ലോഞ്ചറിൽ നിന്ന് ഒരു തമിർ അഥവാ ഇന്റർസെപ്റ്റർ മിസൈൽ കുതിച്ചുയർന്ന് ശത്രു റോക്കറ്റിനെ വായുവിൽ വെച്ച് തന്നെ തകർക്കും. ഈ സംവിധാനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ കൃത്യതയാണ്. 90% വിജയശതമാനമാണ് അയൺ ഡോമിനുള്ളത്. അതായത് 100 റോക്കറ്റുകൾ വന്നാൽ അതിൽ 90 എണ്ണത്തെയും ആകാശത്ത് വെച്ച് തന്നെ ഇല്ലാതാക്കാൻ ഇതിന് സാധിക്കുമെന്നർത്ഥം. ഓരോ ലോഞ്ചറിലും 20 ഇന്റർസെപ്റ്റർ മിസൈലുകൾ വരെ അടങ്ങിയിട്ടുണ്ടാവും. രാത്രിയൊന്നോ പകലൊന്നോ ഇല്ലാതെ മഴയോ മഞ്ഞോ വകവെക്കാതെ ഏത് കാലാവസ്ഥയിലും പ്രവർത്തിക്കാൻ അയൺ ഡോമിന് കഴിയും. ശത്രുക്കൾ ഒരേ സമയം 100 കണക്കിന് റോക്കറ്റുകൾ അയച്ചാലും അവയെ ഓരോന്നിനെയും പ്രത്യേകം തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കാൻ ഈ സംവിധാനത്തിന് ശേഷിയുണ്ട്. നിലവിലെ 2026 യുദ്ധ സാഹചര്യത്തിൽ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അയൺ ഡോം ജീവവായു പോലെ പ്രധാനമാണ്. ഇറാനും ഹിസ്ബുള്ളയും ഹമാസും ചേർന്ന് ഒരേ സമയം വിവിധ ദിശകളിൽ നിന്ന് റോക്കറ്റുകൾ തൊടുത്തുവിടുമ്പോൾ ഇസ്രയേലിന്റെ നഗരങ്ങളെ സംരക്ഷിക്കുന്നത് ഈ കവചമാണ്. അയൺ ഡോം ഇല്ലായിരുന്നുവെങ്കിൽ ഇസ്രയേലിലെ മരണസംഖ്യ ഒരു പക്ഷേ 10,000 കടന്നേനെ. യുദ്ധം 5ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ആയിരക്കണക്കിന് ഇന്റർസെപ്റ്റർ മിസൈലുകളാണ് അയൺ ഡോം വിക്ഷേപിച്ചത്. ഇത് രാജ്യത്തെ സാമ്പത്തികമായി തന്നെ ബാധിക്കുന്നുണ്ടെങ്കിലും ജനങ്ങളുടെ ജീവൻ രക്ഷിക്കുക എന്നതിനാണ് ഇസ്രയേൽ മുൻഗണന നൽകുന്നത് എന്നാണ് പറയപ്പെടുന്നത്. അമേരിക്കയുടെ വലിയ തോതിലുള്ള സാമ്പത്തിക സഹായവും ഈ സംവിധാനത്തിന്റെ പ്രവർത്തനത്തിന് പിന്നിലുണ്ട്. എങ്കിലും എല്ലാ സംവിധാനങ്ങൾക്കും പരിമിതികൾ ഉള്ളതുപോലെ അയൺ ഡോമിനും ചില വെല്ലുവിളികളുണ്ട്. ഓരോ ഇന്റർസെപ്റ്റർ മിസൈലിനും ഏതാണ്ട് $50,000 ചിലവ് വരും. ശത്രുക്കൾ അയക്കുന്ന വില കുറഞ്ഞ റോക്കറ്റുകളെ തകർക്കാൻ ഇത്രയും വലിയ തുക ചിലവാക്കുന്നത് സാമ്പത്തികമായി വലിയ ബാധ്യതയാണ്. ഇതുകൊണ്ടാണ് ഇസ്രയേൽ ഇപ്പോൾ അയൺ ബീം എന്ന ലേസർ സംവിധാനത്തിലേക്ക് കൂടി മാറാൻ ശ്രമിക്കുന്നത്. കൂടാതെ അതിവേഗത്തിൽ വരുന്ന ചില മിസൈലുകളെ പ്രതിരോധിക്കാൻ അയൺ ഡോമിന് ചിലപ്പോൾ സാധിക്കാതെയും വരാം. ഇത്തരം സാഹചര്യങ്ങളിൽ ഡേവിഡ് സ്ലിംഗ്, ആരോ എന്നീ ഉയർന്ന തലത്തിലുള്ള പ്രതിരോധ സംവിധാനങ്ങളാണ് ഇസ്രയേൽ ഉപയോഗിക്കുന്നത്. അയൺ ഡോമിന്റെ സാങ്കേതിക മികവ് ലോകരാജ്യങ്ങളെല്ലാം കൗതുകത്തോടെയാണ് വീക്ഷിക്കുന്നത്. ഇതിനോടകം തന്നെ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഈ സാങ്കേതിക വിദ്യ വാങ്ങാൻ താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. 2026 ഈ യുദ്ധം അയൺ ഡോമിന് ഒരു വലിയ 2026 ഈ യുദ്ധം അയൺ ഡോമിന് ഒരു വലിയ പരീക്ഷണം കൂടിയാണ്. ഡ്രോണുകളെയും മിസൈലുകളെയും ഒരുപോലെ നേരിടാൻ ഇതിനെ കൂടുതൽ പരിഷ്കരിച്ചിട്ടുണ്ട്. ആകാശത്ത് വെടിക്കെട്ടുകൾ പോലെ റോക്കറ്റുകൾ പൊട്ടിത്തെറിക്കുമ്പോൾ അത് ഇസ്രയേലിന്റെ സാങ്കേതിക മേധാവിത്വത്തിന്റെ കൂടി വിളംബരമാണ്. ഓരോ സ്ഫോടനവും പറയുന്നത് ഒരു ദുരന്തം ഒഴിവാക്കപ്പെട്ടു എന്നുകൂടിയാണ്. ആ രാജ്യത്തെ സംബന്ധിച്ച് അയൺ ഡോം എന്നത് വെറുമൊരു ആയുധമല്ല, അത് ഇസ്രയേൽ എന്ന രാജ്യത്തിന്റെ നിലനിൽപ്പിന്റെ അടയാളം കൂടിയാണ്. ശത്രുക്കളുടെ റോക്കറ്റ് മഴയ്ക്ക് മുകളിൽ ആധുനിക സാങ്കേതിക വിദ്യ കൊണ്ട് കുട ചൂടുന്ന ഈ സംവിധാനം ലോകത്തിന് നൽകുന്ന സന്ദേശം വ്യക്തമാണ്. ആ രാജ്യത്തെ സംബന്ധിച്ച് അയൺ ഡോം എന്നത് വെറുമൊരു ആയുധമല്ല, അത് ഇസ്രയേൽ എന്ന രാജ്യത്തിന്റെ നിലനിൽപ്പിന്റെ അടയാളം കൂടിയാണ്. ശത്രുക്കളുടെ റോക്കറ്റ് മഴയ്ക്ക് മുകളിൽ ആധുനിക സാങ്കേതിക വിദ്യ കൊണ്ട് കുട ചൂടുന്ന ഈ സംവിധാനം ലോകത്തിന് നൽകുന്ന സന്ദേശം വ്യക്തമാണ്. അതിജീവനത്തിനായി ഏതറ്റം വരെയും പോകാൻ ഒരു രാജ്യം തയ്യാറാണെന്ന്.